ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കർണാടക കുഷ്കയാണ്. അപ്പോൾ ആ കുഷ്കക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഒരു ഉള്ളി നല്ല നീളത്തിൽ അരിഞ്ഞത് വേണം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, പിന്നെ ഒരു 2 ലീഫ്, അതുപോലെ തന്നെ കുറച്ച് കറുകപ്പട്ട, പിന്നെ ഏലക്കായി കുറച്ച് ചതച്ചത് വേണം. പിന്നെ മസാലയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേണം. അതുപോലെ തന്നെ മസാലയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഉണ്ടമുളകാണ്. ഉണ്ടമുളക് നല്ല എരിവുണ്ടാവുക, അത് ഉണ്ടമുളകുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളി വേണം. പിന്നെ വേണ്ടത് നെയ്യും, പിന്നെ ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ റൈസ് എടുത്തിരിക്കുന്നത്. റൈസ് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് എടുത്തിരിക്കുന്നത് ഇത് കൈമേൻ്റെ റൈസാണ്. നമുക്കിത് വേണമെങ്കിൽ ബസുമതി ആയിട്ട് ഉപയോഗിക്കാം, ബസുമതി റൈസ് ആയാലും ഉപയോഗിക്കാം, പച്ചരി ആയാലും ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കൈമ റൈസ് ആകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു, അതുകൊണ്ടാണ് കൈമ റൈസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് റൈസ് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന്. അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി അങ്ങ് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പട്ട, ഗ്രാമ്പു എന്നീ ഐറ്റംസുകളിടാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ അകത്ത് തന്നെ ആവശ്യത്തിന് എണ്ണയുണ്ട്. അതിന് ശേഷം നമുക്ക് റൈസ് അങ്ങ് തട്ടി കൊടുക്കാം. ഇത് റൈസ് ഒന്ന് വറുത്തെടുക്കണം, ചെറിയ ചൂടിൽ വെക്കാതെ, അധികം വലിയ ചൂടിൽ വെക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്, അത് കൈമ റൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കാം. വേറൊരു അടുപ്പിൽ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചെറുങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, അതായത് തക്കാളി ലാസ്റ്റ് ഇടാതെ, തക്കാളി പെട്ടെന്നിട്ട് ഇടരുത്. ഇതിൻ്റെ അകത്തും വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, കുറച്ച് മതി, അധികം വേണ്ട. നല്ലോണം വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ ബിരിയാണിക്കെല്ലാം തയ്യാറാക്കുന്ന പോലെ മസാലേൻ്റെ ആ പരുവത്തിൽ തന്നെ വരണം. പക്ഷേ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് നല്ല അടച്ച് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ പെട്ടെന്ന് പോകും, ഒരു 5 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ.
നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇടാതെ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ല ചൂടാക്കണം പൊടി. കാരണം അതിൻ്റെ പച്ചമണക്ക് എന്നാലും മാറുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരിക്കും. ഇനി അടുത്ത വേണ്ടത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റണം. വെള്ളം വറ്റുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. കാരണം വെള്ളം ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് വേണം ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ ഇത് വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഒരു മസാല ടൈപ്പ് ആയിട്ടുണ്ട്. നല്ല മസാല ടൈപ്പ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ചിക്കൻ്റെ മണം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ഈ ചോറിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല ഇളക്കി നല്ല മിക്സ് ചെയ്യണത്. പിന്നെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല വൃത്തി കടച്ചു പോകുക. ടൈറ്റായിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണമായിരുന്നു. വളരെ ഈസിയാണ്. അങ്ങനെ നമ്മളെ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന അതേ റൈസ്, അതേ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചട്നി വേണം. അതുപോലെ തന്നെ സലാഡ്, റൈത്ത വേണം. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ റൈത്ത മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീണ്ടും പുതിയ പുതിയ ഡിഷുകളായി വരുന്നവരെ നന്ദി, നമസ്കാരം.